കണ്ണൂർ ബ്രണ്ണൻ കോളേജിൽ ഗവർണർക്കെതിരെ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ യു ആർ ജസ്റ്റ് എ ബുൾഷീറ്റ് എന്ന ഒരു ബാനറിലെ ഇംഗ്ലീഷ് വാചകം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വന്നത്. അതിനുശേഷം കേരളവർമ്മ കോളേജിൽ ഗവർണർക്കെതിരെ SFI ഉയർത്തിയ ബാനറിലെ വാചകം യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. ഇതിലെ വ്യാകരണം നോക്കിയിട്ട് കാര്യമില്ല, കാര്യം മനസ്സിലായല്ലോ. Wherever I go, I take my house in my head എന്ന് പറഞ്ഞ ബിന്ദു ടീച്ചർ പഠിപ്പിച്ച ആ കോളേജിൽ അതേ പിള്ളേരാണ് യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന ബാനർ അവിടെ പതിപ്പിച്ചത്. ഇതുകൊണ്ട് സഖാക്കൾ വിചാരിച്ചത് ആ പരിപ്പ് ഇവിടെ വേവില്ലടോ എന്നാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് ജയിക്കും വരെ വളരെ രസകരമായ രീതിയിൽ ഈ വിഷയത്തെ, അതായത് അവരുടെ ഈ മംഗ്ലീഷ് കലർന്ന ഈ ഇംഗ്ലീഷ് കണ്ടിട്ട് പല പ്രമുഖരും വിമർശിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ മര്യാദയ്ക്ക് മലയാളത്തിൽ എഴുതിയാൽ പോരായിരുന്നു. ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് എഴുതിയാലും അത് ഗവർണർക്ക് മനസ്സിലാവണമല്ലോ, അതുകൊണ്ടാണ് എന്തായാലും അവർ മംഗ്ലീഷിലാക്കിയത്. എന്തായാലും സംഭവം ചീറ്റിപ്പോയി. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് എതിരെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്ന പഴയ ഇന്നസെന്റിന്റെ ഡയലോഗ് എടുത്തു വെച്ച് പലരും ഈ സഖാക്കന്മാരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ട്രോളുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കലാലയങ്ങളിലെല്ലാം ബാനർ ഉയർത്തും എന്ന ആഹ്വാനം പാലിച്ചിരിക്കുകയാണ് SFI. ഉയർത്തിയ ബാനറുകൾ കണ്ട് മലയാളികൾ ഞെട്ടുകയായിരുന്നു. കേരളവർമ്മ കോളേജിൽ SFI കിട്ടിയ ബാനറിലാണ് യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് എഴുതിയിരുന്നത്. ഇംഗ്ലീഷ് അത്രയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ എഴുതാതിരുന്നാൽ പോരെ എന്നും ഈ മംഗ്ലീഷ് കാട്ടിക്കൂട്ടൽ വേണമായിരുന്നോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. പേര് ശരിയായി എഴുതാൻ അറിയാത്തവരാണ് അവരെ പഠിപ്പിച്ചതെന്നും ഒരു സംസ്ഥാനത്തിന്റെ പേര് കളയാൻ ജനിച്ച വിഡ്ഢിക്കൂട്ടങ്ങളാണ് ഇവരെന്നുമാണ് ചിലരുടെ കമന്റുകൾ. പഠിക്കാതെയും പരീക്ഷ എഴുതാതെയും ജയിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ ആകുമെന്നും അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നു. ഇതിൽ നിന്ന് ഇവറ്റകളുടെ വിദ്യാഭ്യാസം മനസ്സിലാകുമെന്നും ഇതിന്റെ അർത്ഥം ഗവർണർ ഇതുവരെ പറഞ്ഞതൊന്നും ഇവിടത്തെ കമ്മി മന്ത്രിമാർക്കും അടിമകൾക്കും കഞ്ചാവ് കമ്മി കുട്ടിപ്പട്ടാളത്തിന് മനസ്സിലായില്ല എന്നുമാണെന്നും ചില കമന്റുകളിൽ പറയുന്നു. അത് എന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും വളരെ എന്താ പറയുക ഫ്ലുവൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. നമ്മളൊക്കെ മലയാളികളാണ് എന്നതിൽ ആണ് നമ്മളെല്ലാവരും ആദ്യം അഭിമാനിക്കേണ്ടത്. പക്ഷേ അതോടൊപ്പം ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളത് എപ്പോഴും നല്ലതാണ്. കാര്യം നമുക്കൊരു വിദേശ രാജ്യത്ത് പോകുന്നെങ്കിലും മറ്റു പല കാര്യങ്ങൾ ജോലി സംബന്ധമായ ആവശ്യമുണ്ടെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നത് നല്ലതാണ്. ഇംഗ്ലീഷ് അറിയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. പക്ഷെ അറിഞ്ഞൂടാത്ത വിഷയത്തിൽ വലിയ പരിജ്ഞാനമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് തെറ്റ് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത് എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമുക്ക് മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മാന്യമായി നമുക്കറിയാവുന്ന ആ ഒരു നല്ല ഭാഷ ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എന്ന സഖാക്കളോടുള്ള സോഷ്യൽ മീഡിയയുടെ ആ ചോദ്യം വളരെ അർത്ഥവത്തായ ശരിയായ ചോദ്യം തന്നെയാണ്. ഇനി ചില സഖാക്കന്മാരുടെ ഇംഗ്ലീഷിനെ കൂടി കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടത് അവസാനിപ്പിക്കാം. തെലുങ്ക് ചിത്രം RRRന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ട് ചിന്താ ജെറോം എഴുതിയ ഒരു ഇംഗ്ലീഷ് പോസ്റ്റ് നമ്മളാരും മറന്നിട്ടില്ല. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: Chandrabose, a songwriter who brought international fame to RRR cinema, awarding Oscar award to M. Keeravani, who provided music is an international recognition for the Telugu cinema literature sector. റെസ്പെക്ട്. ഇങ്ങനെയായിരുന്നു ചിന്ത ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിനുശേഷം നമുക്കറിയാം നമ്മളെ ഞെട്ടിച്ച മറ്റൊരു ഇംഗ്ലീഷ് ആയിരുന്നു റഹീം എംപിയുടെ ഇംഗ്ലീഷ്. നമ്മളെ മാത്രമല്ല പാർലമെന്റ് വരെ സ്തംഭിപ്പിച്ച ഇംഗ്ലീഷ് ആയിരുന്നു. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡം പറഞ്ഞ ഇംഗ്ലീഷ്, അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനെയും പറയാം എന്ന് പലരും, ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള പലരും പറഞ്ഞിരുന്നു. എനിക്ക് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. മര്യാദയ്ക്ക് മാന്യമായി നമുക്കറിയാവുന്ന ഒരു ഭാഷയുണ്ട് എങ്കിൽ, കേൾക്കാൻ സുഖമുള്ള ഒരു ഭാഷ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സ്പ്രഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഷ നമ്മുടെ മലയാളം തന്നെയാണ്. അതൊക്കെ തന്നെയല്ലേ എന്തുകൊണ്ടും നല്ലത്. എന്തിനാണ് ഇങ്ങനെ വലിയ ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്ന ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും പറ്റി ഇനിയെങ്കിലും ബാനറുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രേസ് എഴുതുമ്പോൾ, ആ പരിപ്പ് ഇവിടെ വേവില്ല അങ്ങനെയുള്ള ഫ്രേസ് എഴുതുമ്പോൾ വളരെ വിദഗ്ധരായ ആൾക്കാർ, ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്രേസിനെ കുറിച്ച് പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലൊക്കെ റെഫർ ചെയ്തിട്ടെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. വെറുതെ എന്തായാലും തെറിവിളി കൊണ്ടും ഭരണഘടനാ മാന്യതയുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ടും നമ്മുടെ എല്ലാം അഭിമാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താറുമാറായിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ, സംസ്ഥാനത്തിന് മുന്നിൽ, രാജ്യത്തിന് മുന്നിലൊക്കെ. അതിനപ്പുറം അതുവരെ ഓക്കെ. ഇനി ഇങ്ങനെ ഇവിടെ ഉള്ളവർക്കൊന്നും വിദ്യാഭ്യാസമല്ല, സാക്ഷര കേരളം എന്ന് പറയുന്നത് വെറുതെയാണ് എന്നുകൂടി വരുത്തി തീർക്കണോ എന്ന് സഖാക്കന്മാർ ഒന്ന് ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.